ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ലൈഫിൽ അവർ എവിടെയും എത്തിയിട്ടില്ല എന്നവർ തിരിച്ചറിയുന്നു. മിഡിൽ പാത്തിലാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ടെമ്പറൻസ് പറയുന്നത്. നിങ്ങളും അവരും ഒരുമിച്ചിരുന്ന നിമിഷത്തിൽ അവർക്ക് നിങ്ങൾ വളരെ സപ്പോർട്ടീവായി നിന്നിട്ടുണ്ടാവാം. എല്ലാം കൊണ്ടൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ നിങ്ങളും അവരും സെപ്പറേഷനിലായ ഒരു നിമിഷം മുതൽ എനർജി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ എനർജി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അവർ അറിയുന്നതായിട്ട് കാണിക്കുന്നു. അതുതന്നെയാണ് അവരിലേക്ക് അവർ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ഇവിടെ അവരുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് അവരുടെ സോൾ പർപ്പസിലേക്കാണ്, അതായത് നിങ്ങളിലേക്കാണ്. 10 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഹെവി ബേർഡൻസിനെയാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ 10 കാര്യങ്ങളെ കാണിക്കുന്നു. 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ 10 കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അത്രയേറെ ഒരു സ്ട്രഗിളിലൂടെ അവർ പോവാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും തന്നിട്ടുണ്ടായില്ല. അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റിയും തന്നിട്ടുണ്ടായില്ല. നിങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവർ അത് എൻജോയ് ചെയ്തു പോകുന്നു. പിന്നീട് അവർക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അവരുടേതായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാറിപ്പോയി എന്നാണ്. ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളുടെ വാല്യൂ ആണ്. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സാഹചര്യം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അവർ അത്രയേറെ വിഷമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് പറയുന്നത് അവരുടെ ആ ഒരു സാഡിനെയാണ്, വിഷമത്തെയാണ്. 8 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. കരിയർ നോക്കുകയാണെങ്കിലും അവരുടെ ജീവിതം നോക്കുകയാണെങ്കിലും മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന വിധം, അങ്ങനെയാണ് അവരുടെ കരിയർ, അവരുടെ ജീവിതം. എന്നാൽ അവർ അവരെ തന്നെ കാണുമ്പോൾ ഫീലിംഗ് സ്റ്റക്ക് എന്നാണ് കാർഡ് പറയുന്നത്. അവർക്ക് സത്യം എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ എന്തെന്ന് അവർ മനസ്സിലാക്കാൻ കൂടി തയ്യാറായിട്ടുണ്ടായില്ല. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള എനർജി ആവാം. നിങ്ങളെ അത്ര കണ്ട് അവർ സ്നേഹിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ആ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങളെടുത്ത എഫേർട്ട് പോലും അവരെടുത്തിട്ടില്ല. ഈ ബന്ധത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ അവരുടെ മനസ്സിൽ ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ സ്നേഹം എന്തായിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഹീലിംഗ് സംഭവിക്കുന്നത്? നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ തന്നെയാണ് അവരിലേക്ക് ഹീലിംഗ് സംഭവിക്കുന്നത്. മാറ്റം എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. 3 ഓഫ് പെന്റക്കിൾ. ഇവിടെ അവരുടെ കരിയറിനെ കാണിക്കുന്നു. കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അറിവുകൾ പറഞ്ഞു കൊടുക്കുകയും നേടുകയും ചെയ്യുന്ന ഒരു കരിയറാണ്, കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. അതായത് ഒരുമിച്ച് കുറച്ചു പേര് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് കാണിക്കുന്നത്. ഇവിടെ അവരുടെ ലൈഫിൽ ലിമിറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. അത് തന്നെയാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുള്ളതും. ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായില്ല. എന്നാൽ ഇന്നവരുടെ ലൈഫിൽ 4 ഓഫ് പെന്റക്കിൾ റിവേഴ്സിന്റെ എനർജിയാണ്. എല്ലാത്തിലും തടസ്സം നേരിടുന്ന ഒരു എനർജി. മനസ്സിന് പോലും ഹാപ്പിനെസ് ഇല്ല എന്നാ പറയുന്നേ. നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവരും നിങ്ങളുമായിട്ടുള്ള നിമിഷത്തിൽ അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളായിരുന്നു. അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജി നിങ്ങളായിരുന്നു. ഇന്ന് അവർക്ക് ആരോടും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയേറെ അവർ മാനസിക സംഘർഷത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത്. അവിടെ അവർക്ക് സാലറി, കാര്യങ്ങൾ, അവരുടെ ജോബൊക്കെ സെറ്റാണ്. എന്നാൽ അവരുടെ മനസ്സ് പങ്കിടാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനായിട്ട്, അവരായിട്ടിരുന്നിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ അടുത്താണ്. അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. 4 ഓഫ് സോർട്സിന്റെ എനർജി പറയുന്നത്
ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകതയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്രയേറെ ബേർഡൻസിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത്. അവർക്ക് ഒരു ഹോളിഡേ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട്. അത്രയേറെ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊട്ടും ഹാപ്പി അല്ല എന്നാ പറയുന്നത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്താനാണ്. ഇന്ന് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഗിഫ്റ്റ് തരുകയാണ്, പ്രോഗ്രസ് തരുകയാണ്. നിങ്ങളുടെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇവിടെ ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ് സാധ്യമാകുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. മാനിഫെസ്റ്റഡ് ഡ്രീം, സാധ്യമാകുന്ന ഡ്രീംസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറയുന്നു. നിങ്ങളിലേക്ക് വന്ന പ്രോഗ്രസിന്, അബണ്ടൻസിന് നന്ദി പറയാൻ പറയുന്നു. നിങ്ങളുടെ പുരോഗതി അവർ കാണുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളും അവരും സെപ്പറേഷനിലായ ഒരു നിമിഷം മുതലാണ് യൂണിവേഴ്സ് അവരിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങിയത്. നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ നിമിഷം മുതലാണ് യൂണിവേഴ്സ് അവരിലേക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ലാതിരുന്ന നിങ്ങളെ ഇന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിന്റെ പ്രോഗ്രസിലേക്ക് എത്തിക്കുകയാണ്. അതന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യങ്ങളെയാണ്. പേജ് ഓഫ് സോർട്സിന്റെ എനർജി. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ അറിവുകൾ നേടുകയാണെന്ന് പറയുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്. ആ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് നിങ്ങളുടെ ജീവിത യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എല്ലാം യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നാണ്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ലവേഴ്സ് കാർഡാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നവർ തിരിച്ചറിയാണ്. നിങ്ങളെ അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഒരു ചോയ്സ് ആയിരുന്നു നിങ്ങൾ അവർക്ക്. അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു. ആ ഒരു ഓപ്ഷനിൽ നിന്ന് സുഹൃത്ത് ബന്ധം പോലെ വന്നിട്ടുള്ളൊരു ബന്ധമാണ്. അവിടെ നിന്ന് വളരെയേറെ കമ്പനി ആയിട്ടുള്ള നിങ്ങളുടെയും അവരുടെയും എനർജിയാണ് കാണിക്കുന്നത്. അതിനുശേഷം അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇവിടെ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഹെൽത്തി ബൗണ്ടറി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. കിങ് ഓഫ് കപ്സിന്റെ എനർജി ലവിനെയാണ് കാണിക്കുന്നത്. ഒരു ഡ്രീമറെയാണ് കാണിക്കുന്നത്. ക്ഷമയോടുകൂടി അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ വൈസ് ലീഡറെ പോലെ തിങ്ക് ചെയ്യുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷമാണ് അവരും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എത്ര കണ്ട് അവരെ സ്നേഹിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഫാന്റസിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ ഒരു ഫാന്റസിയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. തിരിച്ചറിവ് വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ്. അവരുടെ ലൈഫിൽ ഓപ്ഷൻ മാത്രമായിരുന്ന നിങ്ങൾ ഇന്നവരുടെ ലൈഫിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർക്ക് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ അവർ അറിയുന്നുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അവർ അറിയുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് അവരുടെ തിരിച്ചുവരവാണ്. കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. സൺ കാർഡാണ്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കംപ്ലീഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? യെസ്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ജീവിതം പ്രോഗ്രസ്സിലെത്തുമോ? യെസ്. ഇവിടെ സന്തോഷിക്കുന്ന നിങ്ങളെയാണ് കാണിച്ചു തരുന്നത്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ആഗ്രഹത്തെ നിങ്ങൾ എഴുതി വെക്കുക. അത് നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുക. പോസിറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആണെന്ന് മാത്രമേ നിങ്ങൾ കരുതാൻ പാടുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. തിരിച്ചു വരവ് തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സണെയാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ടൈം കാർഡ് എടുക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ 3 കാർഡാണ് നമ്മൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് ഇൻ 25 ഡേയ്സ് എന്നാണ്. 25 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് തന്നെയാണ് കാണിക്കുന്നത്. കാണുവാനായിട്ടുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ്. സെക്കൻഡ് കാർഡ് ഇൻ 24 ഡേയ്സ് എന്നാണ്.
24 ദിവസത്തിനുള്ളിൽ. തേർഡ് കാർഡ് അപ് ടു 9 വീക്സ് എന്നാണ്. 9 ആഴ്ച. എല്ലാവർക്കും എന്നല്ല പറയുന്നേ. ഈ റീഡിംഗ് കാണുന്നത് ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും എനർജി ഒരുപോലെ ആവില്ല, വ്യത്യസ്തമായിരിക്കും. ഈ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.